അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനി നമ്മൾ പ്രിപ്പോസിഷൻ എന്താണെന്നാണ് നോക്കുന്നത്. പ്രിപ്പോസിഷൻ ഗതി എന്ന് പറയും. അത് നാമങ്ങളെയോ സർവനാമങ്ങളെയോ മറ്റു പദങ്ങളുമായുള്ള സമയത്തെയോ സ്ഥലത്തെയോ ദിശയോ ഉദ്ദേശ്യത്തെയോ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഇപ്പോൾ എവിടേക്ക് അല്ലെങ്കിൽ എപ്പോൾ എന്ത് ചെയ്തു അങ്ങനെയൊക്കെ പറയുമ്പം ഉപയോഗിക്കുന്ന വാക്കാണ് ഗതി. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിപ്പോസിഷൻ ആദ്യം പരിചയപ്പെടാം. ഇന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ഇൻ ദ ബോക്സ് എന്ന് പറഞ്ഞാൽ പെട്ടിയിൽ. ഇൻ ദ ഹൗസ് എന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ. അടുത്തത് ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ, അതായത് ഉപരിതലത്തിൽ തൊട്ടുകൊണ്ട് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓൺ ദ ടേബിൾ മേശയുടെ മുകളിൽ. ഓൺ ദ നോസ് മൂക്കിന് മുകളിൽ എന്നൊക്കെ പറയും. അടുത്തത് അറ്റെന്ന് പറഞ്ഞാൽ ഇല്ലെന്നൊക്കെ പറയും. അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ. അതുപോലെ ടു എന്ന് പറഞ്ഞാൽ ഇക്ക് ആൻ എന്നൊക്കെ ഉപയോഗിക്കും. ടു ചേർന്ന് ഇൻഫിനിറ്റീവ് വരും. അത് നമ്മൾ അതിനെക്കുറിച്ച് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഫിനിറ്റീവിനെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഈ ടു ചേർക്കുന്നത് ഡയറക്ഷൻ പറയാനും ഡെസ്റ്റിനേഷൻ ലക്ഷ്യസ്ഥാനം പറയാനും, പിന്നെ ടു ചേർക്കുന്നത് ഇൻഫിനിറ്റീവിനാണ്. ടു ഹെർ എന്ന് പറഞ്ഞാൽ അവൾക്ക്, ടു മീ എനിക്ക്, ടു കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലത്തേക്ക്, അത് ഡെസ്റ്റിനേഷനാണ്. പിന്നെ ടു നോർത്ത് എന്ന് പറഞ്ഞാൽ വടക്കോട്ട്, അത് ഡയറക്ഷൻ അങ്ങനെ പറയാൻ. ടു സ്ലീപ്പ് ഉറങ്ങാൻ, അത് ഇൻഫിനിറ്റീവാണ്. ടു റൈറ്റ് എഴുതാൻ. ടു സീ കാണാൻ, അത് ഇൻഫിനിറ്റീവാണ്. ഇൻഫിനിറ്റീവ് എന്താണെന്ന് നമ്മുടെ പഴയ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ഫോർ ഉപയോഗിക്കുന്നത് വേണ്ടി അല്ലെങ്കിൽ ഇക്ക് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ഇപ്പം ബെനിഫിറ്റ്, റെസിപ്പിയൻ്റ്, ഡ്യൂറേഷൻ കാലയളവ് അല്ലെങ്കിൽ പർപ്പസ് ലക്ഷ്യം, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോർ യു ഉദാഹരണം നിനക്ക് വേണ്ടി. ഫോർ ഹെർ അവൾക്ക് വേണ്ടി. ഫോർ എക്സാം പരീക്ഷയ്ക്ക് വേണ്ടി. അടുത്തത് ബൈ എന്ന് പറഞ്ഞാൽ ആൽ. ബൈ രാമുവാൽ. ബൈ ബസ്സിനാൽ അങ്ങനെ പറയും. അടുത്തത് വിത്ത് ഓട് അല്ലെങ്കിൽ കൂടെ. വിത്ത് ഹെർ അവളോടുകൂടെ അല്ലെങ്കിൽ അവളോടൊപ്പം. വിത്ത് മീ എന്നോടുകൂടെ, എന്നോടൊപ്പം. വിത്ത് ഹിം അവനോടൊപ്പം അങ്ങനെ ഉപയോഗിക്കും. അടുത്തത് ഓഫ് ഇൻ്റെ അല്ലെങ്കിൽ ഉടെ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ യുഡേ എന്നൊക്കെ പറയാൻ. ബുക്ക് ഓഫ് ഹെർ അവളുടെ പുസ്തകം. ടിപ്പ് ഓഫ് ദ ടങ് നാവിൻ്റെ തുമ്പ്. എൻഡ് ഓഫ് ദ റോഡിൻ്റെ അവസാനം അറ്റം. അടുത്തത് ഫ്രം ഉപയോഗിക്കുന്ന നിന്നെന്ന് പറയാൻ വേണ്ടിയിട്ട്. ഫ്രം കൊച്ചിയിൽ നിന്ന്. ഫ്രം ദ ടോപ്പ് മുകളിൽ നിന്ന്. ഫ്രം ഹൗസ് വീട്ടിൽ നിന്ന്. ഇപ്പം പറഞ്ഞത് അത്രയും സിമ്പിൾ പ്രിപ്പോസിഷനിൽ വരുന്നതാണ്. ഇനി കോമ്പൗണ്ട് പ്രിപ്പോസിഷൻ ഉണ്ട്, അതായത് സംയുക്തമായിട്ട് വരുന്ന ഗതികൾ. ബിഹൈൻഡ് പിന്നിൽ എന്ന അർത്ഥം. ബിഹൈൻഡ് ദ വോൾ ഭിത്തിക്ക് പിന്നിൽ. ബിഹൈൻഡ് ദ ഡോർ കതകിന് പിന്നിൽ. ബിഹൈൻഡ്. അടുത്തത് അഡ്മിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അല്ലെങ്കിൽ മധ്യേ, നടുവിൽ, കൂട്ടത്തിൽ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദ ഏൻഷ്യന്റ് ടെമ്പിൾ സ്റ്റുഡ് അഡ്മിസ്റ്റ് ദ ഡെൻസ്ഡ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ നിബിഡ വനത്തിന് ഉള്ളിൽ അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന വനത്തിനുള്ളിലാണ് ആ പുരാതന ക്ഷേത്രം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ എമങ്സ് അഡ്മിസ്റ്റ് ഇടയിൽ, നടുവിൽ, കൂട്ടത്തിൽ. അടുത്തത് ബിറ്റ്വീൻ ഇടയിൽ. രണ്ട് വ്യക്തികൾക്കോ സ്ഥലങ്ങൾക്കോ സമയത്തിനോ ഇടയിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ബിറ്റ്വീൻ ഉപയോഗിക്കുന്നത്. ഈ ബിറ്റ്വീൻ എമങ്ങൊക്കെ നമ്മൾ നേരത്തെ പലവട്ടം പറഞ്ഞതാണ്. വിതിൻ എന്ന് പറഞ്ഞാൽ ഉൾവശത്ത് അല്ലെങ്കിൽ ഉള്ളിൽ. വിത്തിൻ 10 സെക്കൻഡ് ഉള്ളിലെന്ന് പറയുമ്പോൾ 10 നിമിഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ വിത്തിൻ 2 hours 2 മണിക്കൂറിനുള്ളിൽ, അല്ലെങ്കിൽ വിത്തിൻ എന്തിൻ്റെയെങ്കിലും ഉള്ളിലെന്ന് പറയാൻ വേണ്ടിയിട്ട്. അടുത്തത് ബിയോണ്ട് എന്ന് പറഞ്ഞാൽ അപ്പുറം, കഴിഞ്ഞ് അല്ലെങ്കിൽ അതീതം എന്നൊക്കെ പറയുന്നത്. ദ ഹൗസ് ഈസ് ബിയോണ്ട് ദ റിവർ. വീട് നദിക്ക് അപ്പുറമാണ്, പുഴയുടെ അപ്പുറത്താണ്. ഈ വർക്ക്ഡ് ബിയോണ്ട് ഈസ് ലിമിറ്റ്. അവൻ്റെ കഴിവിൻ്റെ പരമാവധിക്കും അപ്പുറം, കഴിവിനപ്പുറം അവൻ വർക്ക് ചെയ്തു. ബിയോണ്ട് അപ്പുറം. അടുത്തത് വിത്തൗട്ട് കൂടാതെ എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇല്ലാതെ, ഒഴികെ എന്നൊക്കെ പറയാം. വിത്തൗട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ പഞ്ചസാര ഇല്ലാതെ, അല്ലെങ്കിൽ വിത്തൗട്ട് യു നീ ഇല്ലാതെ, അല്ലപ്പം വിത്തൗട്ട് എന്തിൻ്റെ കൂടെ ഇല്ലാതെ എന്ന് പറയാൻ. അണ്ടർനീത്ത് അടിയിൽ എന്ന് പറഞ്ഞാൽ ചുവടെ, കീഴിൽ എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടെ എന്താണ് ഈ അണ്ടർനീത്ത് ഉപയോഗിക്കുന്നത്? ഫിസിക്കൽ പ്രസൻസ് ഉണ്ടാവും, അതായത് ജീവനുള്ള ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ പ്രസൻസിനെ പറയാം. അപ്പം പാത്രത്തിൻ്റെ അടിയിൽ എലിയുണ്ടെന്ന് പറയുമ്പം, അല്ലെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ അടിയിൽ എലിയുണ്ട്, അല്ലെങ്കിൽ ക്യാറ്റ് അണ്ടർനീത്ത് ദ ബ്ലാങ്കറ്റ് അങ്ങനെ പറയുമ്പം ഇതിനകത്ത് ഉപരിതലത്തിന് അടിയിൽ ചേർന്ന് വരുന്നതിന്, അല്ലെങ്കിൽ തൊട്ട് ഒരുപാട് താഴെ അല്ലാതെ ഉണ്ടെന്നുള്ള ഇതിന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് അണ്ടർനീത്ത് ഉപയോഗിക്കുന്നത്.
ദ ക്യാറ്റ് അണ്ടർനീത്ത് ദ ബ്ലാങ്കറ്റ്, ബ്ലാങ്കറ്റിനടിയിൽ പൂച്ചയുണ്ട് എന്ന് പറയാനൊക്കെ അതുപോലെ ഉപയോഗിക്കും. ബിസൈഡ് അരികെ അല്ലെങ്കിൽ അരികിൽ, ബിസൈഡ് മീ എൻ്റെ അരികിൽ, അല്ലെങ്കിൽ ബിസൈഡ് ദ റിവർ നദിക്കരികിൽ എന്നൊക്കെ. എമംഗ് എന്ന് പറഞ്ഞാൽ ഇടയിൽ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എമംഗ് ദ പീപ്പിൾ ജനങ്ങൾക്കിടയിൽ, എമംഗ് ദ സ്റ്റുഡൻസ് വിദ്യാർത്ഥികൾക്കിടയിൽ. ഈ എമംഗ് പറയുന്നത് രണ്ടിലധികം ആൾക്കാരോ വസ്തുക്കളോ വ്യക്തികളോ സാധനങ്ങളോ എന്തിൻ്റെങ്കിലും ഇടയിൽ എന്ന് പറയാം. ഔട്ട്സൈഡ് പുറത്ത്, ഐ വിൽ മീറ്റ് യു അറ്റ് ഔട്ട്സൈഡ് ദ മീറ്റ് യു ഔട്ട്സൈഡ് ദ ഷോപ്പ്, ഷോപ്പിന് പുറത്ത് നിന്നെ ഞാൻ മീറ്റ് ചെയ്യാം, കാണാം. വി ലീവ് ഔട്ട്സൈഡ് ദ സിറ്റി, സിറ്റിക്ക് പുറത്ത് ഞങ്ങൾ താമസിക്കുന്നു. അടുത്തത് എവേ അകലെ, ഇൻ ടൈം പറഞ്ഞിരുന്ന സമയത്തിനുള്ളിൽ, ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത്, മറ്റേ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ പറഞ്ഞ സമയത്തിനുള്ളിൽ. ടുവേർഡ്സ് നേരെ, എറൗണ്ട് ചുറ്റും, ഇൻ ഫ്രണ്ട് ഓഫ് മുന്നിൽ. അടുത്തത് ഫ്രേസ് പ്രിപ്പോസിഷൻ. ഫ്രേസൽ പ്രിപ്പോസിഷൻ ഉണ്ട്. അത് പദസമുച്ചയം അല്ലെങ്കിൽ വാക്കുകളുടെ കൂട്ടമായി വരുന്ന ശൈലിയിലെ പ്രയോഗം. ബൈ വേ ഓഫ്, അതിൻ്റെ അർത്ഥം എന്നത് കൊണ്ടെന്നാണ്. ഫോർ ദ സേക്ക് ഓഫ്, എന്നതിന് വേണ്ടി. ബൈ വിർച്യു ഓഫ്, ഒന്നിൻ്റെ നന്മയാൽ. ബൈ റീസൺ ഓഫ്, ആ കാരണം കൊണ്ട്. ഇൻ അക്കോർഡൻസ് വിത്ത്, അതനുസരിച്ച്. ഇതൊക്കെ ഓരോന്ന് എക്സാമ്പിൾ പറഞ്ഞു വരുമ്പോഴത്തേനും ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ വാക്കുകളുടെ അർത്ഥം എല്ലാം ഒന്ന് മനസ്സിലാക്കി വാക്കുകളും പരിചയപ്പെട്ടിരിക്കാം. ഇനി പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, അത് മാനർ ടൈം ഒക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് പറയാം. ഓക്കെ, ഇതിപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.